ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫെങ്ഷുയ് ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. എഡ്യൂക്കേഷനെ എങ്ങനെ നമുക്ക് ഫെങ്ഷുയിലൂടെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് അമ്മമാരുടെ വലിയൊരു ആവലാതിയാണ് മക്കളുടെ പഠനവും അതിന്റെ റിസൾട്ട്സും ഒക്കെ ആയിട്ട്. പ്രത്യേകിച്ച് എക്സാം ടൈമിനോടൊക്കെ അടുക്കുമ്പോൾ ഒത്തിരി കോൾസും ഒക്കെ അതിന് ബേസ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ നമ്മളിത് ചിന്തിക്കാറുണ്ട് എങ്ങനെ നമുക്ക് കുട്ടികളെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അല്ല, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് നല്ലൊരു സ്റ്റഡി ഏരിയ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, വീട്ടിൽ അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ അവരുടെ ബെഡിൽ തന്നെ ഇരുന്ന് പഠിക്കണോ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിക്കണോ എന്നുള്ളതുണ്ട്. അതല്ലാതെ കുറച്ചും കൂടെ അവർക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് ഒരു സ്റ്റഡി ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി എങ്ങനെയാണ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണഗതിയിൽ എല്ലാവരും ഈ ടേബിള് ഒരു ചുമരുമയ്ക്ക് ചേർത്തിട്ടിട്ട് ആ ചുമരുമ്പ് അവരുടെ ഡ്രീംസും ഗോൾസും ടൈം ടേബിൾസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഇരുന്ന് പഠിക്കാനാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അതല്ല, ഒരു റൈറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകിൽ എപ്പോഴും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഓഫീസ് ആണെങ്കിലും വർക്കിംഗ് ടേബിൾ ആണെങ്കിലും അതല്ല സ്റ്റഡി ടേബിൾ ആണെങ്കിലും നമ്മുടെ പുറകിലായിരിക്കണം ചുമര് വരേണ്ടത്. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മൾ ഇപ്പൊ ഈ ഇരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി കുറേയും കൂടെ ബെറ്റർ റിസൾട്ട്സ് വരാനായിട്ട് ആ കുട്ടിയുടെ അവർ കോ നമ്പർ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഓസ്പീഷ്യസ് സ്റ്റഡി ഡയറക്ഷനെ ടാപ്പ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കോ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. നമുക്ക് ആ ചാനലിലൂടെ ആ വീഡിയോയിലൂടെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടും റിസൾട്ട്സ് കിട്ടാത്ത കുട്ടികളുണ്ട്. കാരണം രസകരമായ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. പല അമ്മമാരും വിളിച്ചു പറയും അവൻ പഠിക്കണമെന്നില്ല, പക്ഷെ എങ്ങനെയോ മാർക്കൊക്കെ സ്കോർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളുടെ സ്റ്റഡി രീതികളൊക്കെ മാറിയിട്ടുണ്ട്. അവർക്ക് അല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ അവർ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് ഇരുന്ന് ഉറക്കെ വായിച്ച് പഠിക്കണ പോലെയോ എഴുതി പഠിക്കണ പോലെയോ ഒന്നല്ല ഇന്ന് കുട്ടികൾ പഠിക്കുന്നത്. പക്ഷെ എന്നിട്ടും നല്ല എഫേർട്ടൊക്കെ കൊടുത്തിട്ട് റിസൾട്ട്സ് വരുന്നില്ലെങ്കിൽ നമുക്ക് അതിൽ ഫംഗ്ഷനിലൂടെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. അവരുടെ ആ സ്റ്റഡി ടേബിളും വയ്ക്കാവുന്ന ഒരു 3 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നോക്കൂ, ഇതാണ് അതിൽ ആദ്യത്തെ ഒന്ന്. ഇതിനെ നമ്മൾ എഡ്യൂക്കേഷൻ ടവർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഏൻഷ്യൻ ചൈനീസ് മൂവീസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ ചൈനയിലെ പണ്ട് ഗുരുകുലങ്ങളുടെയൊക്കെ ഒരു ഷേപ്പ് ആയിരുന്നത്, ഒരു ടവറിന്റെ രീതിയിലുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണാം. അതായത് വിസ്ഡത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഗുരുവായിട്ടുള്ള ആദി ശങ്കരാചാര്യ സ്തൂപം നമ്മുടെ കാലടിയിലുണ്ട്. അതിന്റെ ഷേപ്പും ഇത് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഡി ടേബിളിൽ വയ്ക്കുക. ഇതല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീടിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ, അതായത് ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ടവർ വയ്ക്കാവുന്നതാണ്. അതേപടി തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് കാർപ്സ് ക്രോസിംഗ് ഡ്രാഗൺ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഐഡലാണ് കേട്ടോ, ഒരു സ്റ്റാച്ചു ആണത്. ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ ചൈനയിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് ഡ്രാഗൺ എന്ന് പറയുന്നത്. അതായത് വലിയൊരു ആക്റ്റീവ് എനർജിയാണ് ഡ്രാഗണിനെ സൂചിപ്പിക്കുന്നത്. ഒരു സക്സസിന്റെ ഒക്കെ പ്രതീകമാണ് ഡ്രാഗൺ എന്ന് പറയുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സോഡിയാക് സൈൻ ആണ് ഡ്രാഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രാഗൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ അവിടെ നദിയിലുള്ള കാർപ്പ് ഫിഷുകൾ, അവർക്ക് ആ നദിക്കരയിലുള്ള ഒരു ഗേറ്റ്, ഡ്രാഗൺ ഗേറ്റ് ഉണ്ട്. ലൈഫിൽ 1 ടൈം അവർക്ക് ഡ്രാഗൺ ഗേറ്റ് ചാടിക്കടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇറ്റ്സ് ലൈക്ക് ആൻ എക്സാം. അപ്പോൾ അത് കടന്നു കഴിഞ്ഞാൽ അവർ ഡ്രാഗൺസ് ആയിട്ട് മാറുമെന്ന് പറയും. അതായത് കരിയറിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മാറുമെന്ന് പറയും. ഇതല്ലെങ്കിൽ അവർ ആ നദിയിൽ തന്നെ വീണിട്ട് കാർപ്സ് ആയിട്ട് ജീവിച്ച് തീർക്കാന്ന് പറയാം. അപ്പോൾ ഇത് നമ്മളൊരു എക്സാം ഒക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു ഭയങ്കര സക്സസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അവരുടെ സ്റ്റഡി ടേബിളിൽ ചെയ്യാം. സെയിം സെക്ടർ നോർത്ത് ഈസ്റ്റിലായിട്ട് തന്നെ നമുക്ക് വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫെങ്ഷുയില് നോർത്ത് ഈസ്റ്റിനെ, അതായത് എഡ്യൂക്കേഷന്റെ ഏരിയയുടെ സൂചന വരുന്നത് എർത്ത് എലമെന്റിനെ കൊണ്ടായതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുന്ന ക്രിസ്റ്റൽ പിരമിഡുകൾ നമുക്ക് സ്റ്റഡി ടേബിളിൻ്റെയോ അതല്ലെങ്കിൽ ലിവിംഗ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റിൽ വയ്ക്കിയ വഴി നല്ല റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഈ തരത്തിലാണ് നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റാം. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളൂ കേട്ടോ. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മറുപടികൾ എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന പാരൻസിന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. നല്ല കുറേയും കൂടെ കണ്ടന്റ്സും നല്ല വീഡിയോസ് എല്ലാം നമ്മുടെ വരുന്നുണ്ട്. എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.